തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ SFI പ്രവർത്തകർ പ്രതിഷേധവുമായി സെനറ്റ് ഹാളിലെത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യൂണിവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് തന്റെ അവകാശം, SFIയുടെ പ്രതിഷേധം എന്തിന് എന്നത് കമ്മീഷണറോടാണ് ചോദിക്കേണ്ടതെന്നും ഗവർണർ പറഞ്ഞു. आप बस यू स्टे बैक देयर नहीं आप परेशान मत हो आई विल हैंडल देम कोई बात नहीं है आप परेशान मत हो नहीं मत सर बैक आप बोलो आप क्वेश्चन पूछो कैमरा ऑन द बैक टू गो प्लीज अरे कोई बात नहीं आप परेशान मत हो पूछो sir please sir huge protest going on when what you want me to do sir even with a huge protest police arrested 0 SFI persons right now from the university campus. So what? So do you no? What is my role? Why you are asking this question to me? Go and ask the police commissioner. How do I know? I am addressing a meeting. Sir, but that was you are not interested. Sir, please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activity. No, sir. No. Okay, thank you, sir. അതേസമയം കേരള സർവകലാശാലയിലെത്തിയ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച. പോലീസ് വലയം ഭേദിച്ച് SFI പ്രവർത്തകർ ഇരച്ചു കയറി. ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ഇത് എന്തൊരു അതിക്രമമാണ്? കാരണം സംസ്ഥാനത്തെ ഒരു ഗവർണർക്ക് കൃത്യമായ സുരക്ഷ ഒരുക്കാൻ പോലും ഇവിടുത്തെ പോലീസിന് കഴിയുന്നില്ല എന്ന് തന്നെയാണോ? പോലീസിന്റെ വലയം ഭേദിച്ച് SFI പ്രവർത്തകർ സെനറ്റ് ഹാളിലേക്ക് ഇരച്ചു കയറി എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ദേവിക, കടുത്ത സുരക്ഷാ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് പോലീസ് സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് SFI പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തുവെന്ന് തന്നെ വേണം പറയാൻ. കാരണം മാർച്ച് നടത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ കവാടം, അതായത് മെയിൻ ഗേറ്റിന് മുൻവശത്തെത്തുന്ന പ്രവർത്തകർ നിൽക്കുമ്പോൾ ആ പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കവാടം ഭേദിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും പോലീസ് യാതൊരുവിധ പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. അവരെ തടയുവാനുള്ള നടപടിക്രമങ്ങൾ പോലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നത് കടുത്ത സുരക്ഷാ വീഴ്ചയാണ്. DYSP അടക്കമുള്ള ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. അപ്പോഴാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം സമീപനം ഉണ്ടാകുന്നത്. അതായത് ഈ പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കടക്കുകയും സെനറ്റ് ഹാളിന് സമീപത്ത്, അതായത് യോഗം നടക്കുന്ന ഉദ്ഘാടന പരിപാടികളെല്ലാം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ SFIയുടെ പ്രവർത്തകർ എത്തി. ആ SFI പ്രവർത്തകർ എത്തിയിട്ട് പോലും ആ യോഗ സ്ഥലത്ത് നിരവധി തവണ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. മാത്രമല്ല കതകിൽ അടിച്ച് ശബ്ദമുണ്ടാക്കുന്ന നിലയിലേക്ക് ഈ പ്രവർത്തകരുടെ SFIക്കാരുടെ സമര സ്വഭാവം മാറുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. പ്രതിഷേധിക്കാൻ അവർക്ക് അവസരം മാത്രം ഒരുക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്തത്. ഈ സ്ഥലത്ത് നിന്നും ഈ SFIക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള യാതൊരു നടപടികളോ സമീപനങ്ങളോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവർക്കവിടെ സമരം ചെയ്യുവാനുള്ള അവസരം നൽകുകയും ചെയ്തു. ഏകദേശം 20 മിനിറ്റോളം പ്രതിഷേധിച്ചതിന് ശേഷമാണ് പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റുന്നത്. മാറ്റുമ്പോൾ പോലും പോലീസ് വാൻ തൊട്ടടുത്തുണ്ട്. ആ പോലീസ് വാനിൽ കയറ്റിയില്ല. അവിടെ നിന്ന് പ്രതിഷേധ മാർച്ചായി സെനറ്റ് ഹാളിന്റെ സൈഡിൽ നിന്നും സെനറ്റ് ഹാളിന് മുൻവശം, യൂണിവേഴ്സിറ്റിയുടെ മുൻവശം വരെ പ്രതിഷേധിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. കടുത്ത സുരക്ഷാ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അതായത് ഗവർണറുടെ യൂണിവേഴ്സിറ്റി സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടാകുമെന്ന്. എന്നാൽ ആ പ്രതിഷേധം മുൻനിർത്തി പോലീസ് കഴിഞ്ഞ ദിവസം അടക്കം ഈ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തു. ബാരിക്കേഡുകൾ അടക്കം കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ, മെയിൻ കവാടത്തിന് മുന്നിൽ ബാരിക്കേഡുകൾ അടക്കമുണ്ടായിരുന്നു. മാത്രമല്ല ജലപീരങ്കിയ വാഹനങ്ങൾ അടക്കം സ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ പോലും ബാരിക്കേഡുകൾ നിരത്തി ഒരു പ്രതിരോധം തീർക്കുന്നതിന് പോലീസ് തയ്യാറായതുമില്ല. ഈ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവരുടെ മുന്നിലൂടെയാണ് SFIക്കാർ യൂണിവേഴ്സിറ്റി കവാടത്തിനുള്ളിലേക്ക് കയറിയത്. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ഗവർണർക്കും ഈ വിഷയത്തിൽ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ സഹായത്തോടു കൂടി ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് SFI പ്രവർത്തകർ കടന്നു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും വലിയ സുരക്ഷ ഒരുക്കേണ്ട സ്ഥലത്ത് ഒരു വിദ്യാർത്ഥി സംഘടനയിലെ പ്രതിനിധികൾക്ക് ഇരച്ചു കയറാൻ കഴിഞ്ഞുവെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.